മഞ്ചേശ്വരത്ത് വൻ കവർച്ച. മച്ചമ്പാടിയിൽ പ്രവാസിയുടെ പൂട്ടിക്കിടന്ന വീട് കുത്തിത്തുറന്ന് 9 ലക്ഷം രൂപയും 9 പവൻ സ്വർണവും വിലപിടിപ്പുള്ള വാച്ചും കമ്പ്യൂട്ടറും കവർന്നു. മോഷ്ടാക്കളുടെ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. മച്ചമ്പാടിയിലെ ഇബ്രാഹിം ഖലീലിന്റെ വീട്ടിലാണ് കവർച്ച നടന്നത്. പ്രവാസിയായ ഖലീൽ കഴിഞ്ഞ സെപ്റ്റംബറിൽ കുടുംബാംഗങ്ങളെയും ഗൾഫിലേക്ക് കൊണ്ടുപോയിരുന്നു. ഇവർ അടുത്ത മാസം തിരികെ എത്താനിരിക്കെയാണ് പൂട്ടിക്കിടന്ന വീട്ടിൽ കവർച്ച നടന്നത്. ബൈക്കിലെത്തിയ മോഷ്ടാക്കൾ മതിൽ ചാടിക്കടന്ന് കോമ്പൗണ്ടിൽ പ്രവേശിക്കുകയായിരുന്നു. ചുറ്റുപാടും നിരീക്ഷിച്ചതിനു ശേഷം മുൻവശത്തെ വാതിൽ തകർത്ത് വീടിനുള്ളിൽ കയറിയ കള്ളന്മാർ മുഴുവൻ മുറികളിലെയും അലമാരകൾ കുത്തിത്തുറന്നു. ഇതിൽ ഒരു മുറിയിലെ ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന 9 ലക്ഷം രൂപയും 9 പവന്റെ സ്വർണ്ണാഭരണങ്ങളും റാഡോ ബാച്ചും കൂടാതെ കമ്പ്യൂട്ടറുമാണ് കള്ളന്മാർ കൊണ്ടുപോയത്. തന്റെ മൊബൈൽ ഫോണുമായി കണക്ട് ചെയ്തിരുന്ന വീട്ടിലെ CCTVകളിൽ ദൃശ്യങ്ങൾ ലഭിക്കാതെ വന്നപ്പോൾ സംശയം തോന്നിയ ഇബ്രാഹിം ഖലീൽ ഗൾഫിൽ നിന്ന് വിളിച്ചു പറഞ്ഞതിനെ തുടർന്ന് ബന്ധു വന്ന് നോക്കിയപ്പോഴാണ് വീട്ടിൽ കവർച്ച നടന്ന കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. ശനിയാഴ്ച രാത്രി 10 മണിയോടെയാണ് കള്ളന്മാർ എത്തിയതെന്ന് CCTV ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നു. വിവരമറിഞ്ഞതിന് പിന്നാലെ നാട്ടിലേക്ക് യാത്ര തിരിച്ച് ഖലീൽ തിങ്കളാഴ്ച രാവിലെയോടെ വീട്ടിലെത്തി. മുൻവശത്തെ ഡോറ് പൊട്ടിച്ചാണ് അവർ അകത്ത് കയറിയത്. പിന്നെ താഴെയുള്ള എല്ലാ ബെഡ്റൂമിലും എല്ലാ അലമാരെല്ലാം വലിച്ച് അയച്ചിട്ടിട്ടുണ്ട് താഴോട്ട്. അതുപോലെ മേലെ എല്ലാ അലമാരും പിന്നെ ഡോറൊക്കെ കുത്തി പൊട്ടിച്ച് അകത്ത് കയറിയതാണ്. അകത്ത് കയറിയിട്ടില്ല. അതിനകത്തൊരു ലോക്കർ, അതിൻ്റെ അലമാറിൻ്റെ അകത്തൊരു ലോക്കർ ഉണ്ടായിരുന്നു. ആ ലോക്കറിൻ്റെ ഉള്ളിൽ 9 ലക്ഷം രൂപയും 9 പവനും പിന്നെ റേഡിയോ വാച്ച് പിന്നെ മറ്റ് ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ID കാർഡൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നഷ്ടപ്പെട്ടു. പിന്നെ കൂടാതെ കമ്പ്യൂട്ടറും പിന്നെ മറ്റേ കുറച്ച് ഇലക്ട്രോണിക് ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം കൊണ്ടുപോയി. പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്ഥലത്തെത്തിയ മഞ്ചേശ്വരം പോലീസ് പ്രാഥമിക പരിശോധനകൾ പൂർത്തിയാക്കി. പിന്നാലെ വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും തെളിവുകൾ ശേഖരിച്ചു. യാതൊരുവിധ ഭയാശങ്കകളുമില്ലാതെയാണ് മോഷ്ടാക്കൾ വന്നതും കവർച്ച നടത്തി തിരിച്ചുപോയതുമെന്ന് പല ക്യാമറകളിലായി പതിഞ്ഞ ദൃശ്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നു. അതും സാധാരണയായി ആളുകളൊന്നും ഉറങ്ങാത്ത നേരത്തും. ഇങ്ങനെ കവർച്ചക്കാരുടെ വിഹാരം വർദ്ധിച്ചതോടെ സ്വസ്ഥമായി ഒന്ന് കിടന്നുറങ്ങാൻ പോലും കഴിയാത്ത ആധിയിലും ഭീതിയിലുമാണ് തങ്ങളെന്നാണ് ഇപ്പോൾ കാസർഗോഡ് ജില്ലയുടെ വടക്കൻ ജനത പൊതുവിൽ പറയുന്നത്. മിക്ക കവർച്ചാ കേസുകളിലും പ്രതികളെ പിടികൂടാത്തതും പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥയും അവഗണനയുമാണ് കവർച്ചകളും കള്ളന്മാരും പെരുകാൻ കാരണമാകുന്നതെന്ന ആരോപണവും ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, ഉപ്പള.